മനുഷ്യനെ എന്റെ മകളോടുള്ള താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നതാ. അവൾക്ക് തിരിച്ചും ഉണ്ടായിരുന്നു അതേ താല്പര്യം. ഞാൻ അറിഞ്ഞില്ലെന്നേയുള്ളൂ. ഇനിയെങ്കിലും മകളെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം എനിക്ക് തന്നാ മതിയായിരുന്നു. ശ്രീടച്ച, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ പേടിയാവുന്നു ഞങ്ങൾക്ക്. നമ്മുടെ മോളൊരു പാവമാണ്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതുവരെ. അവൾ അച്ഛനോട് ഇതിനെപ്പറ്റി പറയാൻ പല പ്രാവശ്യം ശ്രമിച്ചതാണ്. ഞാനാണ് പറയണ്ടെന്ന് അവളെ വിലക്കിയത്. തെറ്റ് എന്റെ ഭാഗത്താ. അല്ല, ഇവിടെ ഇപ്പൊ തെറ്റുകാരൻ ഞാനാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. നിങ്ങൾ അമ്മയ്ക്കും മകൾക്കും ഇടയിൽ യാതൊരു രഹസ്യവുമില്ല. അത് മനസ്സിലാക്കാതെ പൊട്ടനായി പോയത് ഞാനാ. ഞാനാണോട് അന്യൻ. സ്വന്തം വീട്ടിൽ ഇത്രയും നാളും ഒരന്യനെ പോലെ ജീവിച്ചിരുന്ന വിഡ്ഢിയായിരുന്നു ഞാൻ. ഇനി നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാം. ഞാൻ അറിയരുതെന്ന് മാത്രം. രേഖ, താൻ സൂപ്പറാണ്. തന്റെ വാക്കുകൾ ചേട്ടായി എന്തുമാത്രം സന്തോഷിപ്പിച്ചെന്നറിയോ? രേഖ ഒന്നും മനസ്സിൽ കാണാതെ ചെയ്യില്ല രഘു. ബ്രദർ ഇൻ ലോയുടെ സന്തോഷമൊന്നും അല്ല എനിക്ക് പ്രധാനം, നമ്മുടെ സന്തോഷം. ബ്രദർ ഇൻ ലോ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, ഹൂ കാres? എനിക്ക് വേണ്ടത് വർമ്മൻ കുടുംബത്തിന്റെ സ്വത്തിന്റെ ഓഹരിയ. അത് കിട്ടണമെങ്കിൽ ബ്രദർ ഇൻ ലോ വിവാഹം കഴിച്ചേ പറ്റൂ. ഇവിടുത്തെ സ്വത്ത് കിട്ടിയിട്ട് വേണം ദൂരെ എവിടെയെങ്കിലും പോയി നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. എനിക്ക് പോണം. അതെ, ഇന്ന് തന്നെ കടയിൽ പോണോ? ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ലെന്ന് മുതലാളി തന്നെ വന്ന് പറഞ്ഞിരുന്നതല്ലേ. സത്യം പറഞ്ഞ നിങ്ങളിപ്പോ വീട്ടിൽ ആരോടും നേരെ സംസാരിക്കുന്നുമില്ല. ആരോഗ്യം ശരിയല്ല. അപ്പൊ പിന്നെ നിങ്ങളെ ഒറ്റയ്ക്ക് കടയിലേക്ക് അയക്കാനേ എനിക്ക് പേടിയാ. അതുമല്ല, സഹദേവ മുതലാളി പറഞ്ഞനുസരിച്ച് ശരീരത്തിന് സുഖമില്ല എങ്കിൽ ജോലി ചെയ്യാതിരിക്കാം, ശരിയാണ്. പക്ഷെ മനസ്സിനാണ് വയ്യാതാവുന്നതെങ്കിലോ? മനുഷ്യൻ വെറുതെ ഇരുന്ന പലതും ചിന്തിക്കും. ഇവിടെ ഇപ്പൊ ചിന്തിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല നടന്നു കഴിഞ്ഞത്. അതൊക്കെ ആലോചിക്കുമ്പോ അന്ന് ഹാർട്ടിന് അസുഖം വന്നപ്പോ തീർന്നു കിട്ടിയാൽ മതിയായിരുന്നെന്നാ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. ശ്രീടച്ചൻ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ വായി തോന്നിയ സംസാരിക്കല്ലേ. ഞാൻ സംസാരിക്കുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ സംസാരിച്ചപ്പോ വായിൽ തോന്നിയതായി. എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയാമോ? ഇതൊരു മാതിരി ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് നീ വെറുതെ കളരിയും കരോട്ടയൊന്നും കൂട്ടുപിടിക്കണ്ട. ഞാൻ നേരെ കടയിൽ പോയിരുന്ന ഇതൊന്നും ചിന്തിക്കാൻ പറയാൻ വേണ്ടല്ലോ. കഴിഞ്ഞില്ലേ കാര്യം? മോളെ, ഞാൻ പറഞ്ഞാലൊന്നും നിന്റെ അച്ഛൻ കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ അച്ഛനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ അമ്മേ? അച്ഛൻ പോന്നെങ്കിൽ പൊക്കോട്ടെ. ജോലിക്ക് പോയാലെങ്കിലും അല്പം ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നതല്ലേ നല്ലത്. എവിടെ? എനിക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകാനൊന്നുമില്ല ഇവിടെ. ഗുഡ് മോർണിംഗ് ശ്രീടച്ച. സരോജ, അയ്യോ സാറെന്താ പുറത്തു നിന്ന് കളഞ്ഞത്?
അകത്തേക്ക് ഇരിക്കാം സാർ, അകത്തേക്ക് ഇരിക്കാം. സരോജം, ഞാൻ പോകുന്നു. ഇന്നിനി ലേറ്റ് ആയിട്ടേ വരൂ. വാതിലടച്ചേക്കണം. അന്യരാരും ഒന്ന് കേറണ്ട. ശ്രീരച്ച നിക്ക്, ശ്രീരച്ച, ശ്രീരച്ച നിക്കാൻ. സാറ് ക്ഷമിക്കണം, മോളച്ചൻ വെറുതെ ഒരു ടെൻഷനില്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല സരോജാമ്മ. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ചിലപ്പോ ഇതിനേക്കാൾ മോശമായിട്ട് പെരുമാറുമായിരുന്നുള്ളൂ. എന്തു പറയണമെന്ന് അറിയില്ല എനിക്ക്. ശ്രീരച്ചന് വിഷമം വന്ന പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അങ്ങേർക്ക് പോലും അറിയാത്ത അവസ്ഥയാ. സാറ് ക്ഷമിക്കണം. പ്ലീസ് സരോജാമ്മ, വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണമെന്നില്ല. ഇവിടെ ക്ഷമ ചോദിക്കേണ്ട വാസ്തവത്തിൽ ഞാനാ. അതിനുവേണ്ടിയാണ് ഞാനിപ്പോ വന്നത് തന്നെ. മാത്രമല്ല ഇവിടിപ്പോ ഞാൻ തന്നെ ആകെ കൺഫ്യൂഷനില്ല. എന്തു പറയണം, എങ്ങനെ പ്രവർത്തിക്കണമെന്നൊക്കെ എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ കാര്യം പറയണോ? ശ്രീലക്ഷ്മിയുടെ അച്ഛൻ മനസ്സിൽ തോന്നിയ വികാരം അതേപോലെ തന്നെ എന്റെ മുന്നിൽ പ്രകടിപ്പിച്ചു. അതും തികച്ചും മാന്യമായിട്ട്. അത്രേ ഉള്ളൂ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ സാർ ഈ വീടിന്റെ വാതിലിന് മുമ്പ് വരെ വന്നിട്ട് എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും അല്പനേരം അകത്ത് കയറി ഇരുന്നിട്ട് പോവാം സാർ. അതുകൊണ്ട് സോറി. ഇപ്പോ ഞാൻ അകത്ത് കയറിയിരുന്നാൽ അത് എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല സരോജാമ്മ. ഇനി ഞാൻ ഈ വീട്ടിനുള്ളിലേക്ക് കയറണമെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം. അതല്ലാതെ ഞാൻ കയറില്ല. മര്യാദയല്ല. അയ്യോ, ഇങ്ങനെയൊന്നും ഞങ്ങളെ ശിക്ഷിക്കരുത് സാർ. പ്ലീസ് സാർ, അകത്തേക്ക് വരണം. എന്റെ മോളുടെ ഒരു അപേക്ഷയാണ്. നോ നോ നോ, ദയവ് ചെയ്ത് സരോജാമ്മ ഇതിനെ തെറ്റായി വിചാരിക്കരുത്. ഇത് എന്റെ വാശിയല്ല, ഉറച്ച തീരുമാനമാണ്. ഏതായാലും ഈ സമ്മാനം സരോജാമ്മ അകത്ത് വെച്ചേക്കണം. ഉടനെ തന്നെ എല്ലാം ശരിയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാടി നീ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? നിനക്ക് എന്തായിരുന്നു സാറിനെ കണ്ടാലുള്ള പ്രശ്നം? മനസ്സ് ശരിയല്ല കൃഷ്ണ. മനസ്സ് ശരിയാവാതെ ആരെയും കാണാനും സംസാരിക്കാനും എന്നെ കൊണ്ട് കഴിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതാവില്ല നാവ് സംസാരിക്കുന്നത്. അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും വേദനയെ സമ്മാനിക്കും. അതെന്തായാലും നിനക്ക് സാറിനോട് നേരിട്ട് പറയായിരുന്നു. വെറുതെ എന്തിനാ ഇങ്ങനെ കള്ളം കാണിക്കുന്നത്? അദ്ദേഹം ഇപ്പൊ എന്റെ മുമ്പില് ദൈവത്തെ പോലെ പെരുമാറുന്നത് കൃഷ്ണൻ. എനിക്കിപ്പോ അദ്ദേഹത്തെ പഴയ രവി സാറായിട്ട് തോന്നുന്നതേ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ ചെന്ന് സംസാരിക്കാനാ? കൊള്ളാം. സാർ അവിടെ ദൈവത്തെ പോലെ പെരുമാറുന്നു, നീയാണെങ്കി ഇവിടെ സർവം സഹയായ ഹീറോയിനായി കളിക്കുന്നു. ഒരേ നാടകം. അതെ, ഇവിടെ നഷ്ടം ആർക്കാണെന്നറിയോ? നിങ്ങൾക്ക് രണ്ടാൾക്കും തന്നെയാ, അല്ലാതെ ഞങ്ങൾക്കാർക്കും അല്ല. എനിക്കൊന്നും അറിയില്ല കൃഷ്ണ. നീ എന്നെ വിട്ടു പോയേ. എനിക്ക് അല്പം മനസ്സമാധാനം വേണം. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം ഒറ്റയടിക്ക് ശരിയാകണമെന്നില്ലല്ലോ. ഇനി ഓരോന്നായി എല്ലാം ശരിയാക്കണം നമുക്ക്. ഇപ്പൊ നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഒരർത്ഥത്തിൽ നീ പറയുന്നതും ശരിയാണ്. ഇപ്പോ ധൃതി കാണിക്കേണ്ട സമയമല്ല. പക്ഷേ ഇനിയും ഒരുപാട് കാത്തിരിക്കാനുള്ള സമയം നമുക്കില്ലാന്ന് നീ മറക്കരുത്. അതുകൊണ്ട് നീ ഇത്രയും നാളും ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കരുതെന്നേ ഉള്ളൂ. ഇല്ലമ്മേ, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടാവില്ല. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതെ മാറ്റിവെക്കില്ല ഞാൻ. ഏതായാലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഇനി ശ്രീലക്ഷ്മിയുടെ അച്ഛൻ വേണ്ടത്ര സമയമെടുത്ത് വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം നടക്കൂല്ലോ എന്ന് നമുക്ക് നോക്കാം. അതേ ഇപ്പൊ പറ്റൂ. നിനക്കൊന്ന് ചെവി കേട്ടൂടെ? നിന്റെ ഈ ഫോണിൽ കുറെ നേരമായിട്ട് ബെല്ലടി കേട്ടു, പലവട്ടം. ആരാ നോക്ക്. ഇത് സാന്ദ്ര മേഡാണല്ലോ.
ഹലോ ശ്രീലക്ഷ്മി. ഹലോ മാഡം, ഗുഡ് മോർണിംഗ്. ഞാൻ പലതവണ വിളിച്ചു, കിട്ടിയില്ല. ഓഫീസിൽ നിന്നും വേറെ ആരും തന്നെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ തന്നെ വിളിക്കാമെന്ന് കരുതിയതാ. ഹൗ ആർ യു ശ്രീലക്ഷ്മി? എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം, താങ്ക്സ്. വെരി ഗുഡ്. ആ ശ്രീലക്ഷ്മി, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചത് ഒരു സാങ്കേതിക കാര്യത്തിനാ. താനിവിടെ ഓഫീസില് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തിരുന്നില്ലേ? അത് വാലിഡ് അല്ല. താൻ അതില് സൈൻ ചെയ്യാത്തതുകൊണ്ടാ. ഗുഡ് മോർണിംഗ് ചേട്ടായി. അതുകൊണ്ട് തന്നെ തിരികെ ഓഫീസിലേക്ക് വിളിക്കാനാണ് ഞാനിപ്പോ ഫോൺ ചെയ്തത് മുഴുവൻ. യു വെരി ലക്കി ശ്രീലക്ഷ്മി. ഞാൻ തന്നെ തിരികെ വിളിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ലേ? ഓക്കെ മാഡം, താങ്ക് യു വെരി മച്ച്. അവൾ എത്ര ലക്കിയാണെന്നല്ല, ഞാൻ എത്ര അൺലക്കിയാണെന്നാ ജീവിതം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആരിവിടുന്ന് പോണോന്ന് ആഗ്രഹിച്ചോ ആ ആളിനെ ഞാൻ തന്നെ മടക്കി വിളിക്കേണ്ടി വന്നു. ഇതെനിക്ക് സാറേൽപ്പിച്ച ശിക്ഷാ ഡ്യൂട്ടിയാ. രാജാറാം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ക്ഷമിക്കണം. സത്യം പറഞ്ഞാൽ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിന് ഞാൻ എന്ത് ന്യായം പറഞ്ഞാലും എത്ര ക്ഷമ ചോദിച്ചാലും അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. താങ്കളുടെ അന്തസ്സിനും അഭിമാനത്തിനും അവൻ മുറിവേൽപ്പിച്ചു. ദയവേത് ക്ഷമിക്കണം. ഐ എം വെരി വെരി സോറി. ഇനിയും ക്ഷമ പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ, പ്ലീസ്. എന്റെ മകൾ നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹത്തിന് ഇത്രയൊക്കെ വില നൽകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അന്ന് സാറാ കോളേജിൽ പോയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മകൾ ആ കോളേജിൽ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്ക് ഇത്രയൊന്നും അപമാനം സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആരുടെ മുൻപിലും ഇങ്ങനെ തലകുനിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു. എല്ലാം വിധിയാണ്. ജീവിതം തകർത്ത് കളയുന്ന വിധി, അത്ര തന്നെ. ദയവേത് ഇങ്ങനൊന്നും പറയരുത് ശ്രീലക്ഷ്മണച്ച. ഞാൻ മനഃപൂർവ്വമായൊന്നും. സാറിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ ആ ബോഡി ഗാർഡ് രാജാറാം സാർ എന്നെ ബലമായി പിടിച്ചുകൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നു. എന്ത് സംസാരിക്കാൻ? എന്തിനു വേണ്ടി? കുതിരയെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സാറിന്റെ ബോഡി ഗാർഡിന്? പറ്റില്ല സാർ. പറ്റിയ ചരിത്രമില്ല ഈ ലോകത്ത്. കുതിരയ്ക്ക് തോന്നണം, എന്നാലേ അത് വെള്ളം കുടിക്കൂ. അല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛ, അത് പിന്നെ ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ റെഡിയാണ്. ഇനിയെങ്കിലും ഞങ്ങളുടെ ഒന്ന് വെറുതെ വിടണം. ഞാനോ എൻ്റെ മകളോ സാറിന്റെ ഈ ഓഫീസിൽ കാല് കുത്താൻ വരില്ല. ഇപ്പൊ പോവാണ്. ദയവ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോ ആ സെക്യൂരിറ്റി ഏമാനോട് തടഞ്ഞു നിർത്തി കൊങ്ങയ്ക്ക് പിടിക്കരുതെന്ന് പറയണം, പ്ലീസ്. എന്താ ശ്രീലക്ഷ്മിയുടെ ചേ പറയുന്ന? ഞാൻ തന്നെ കൊണ്ട് വീട്ടിലേക്ക് വിടാം. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ എന്റെ അഭിമാനത്തെ നിങ്ങൾ കാൽക്കീഴിലിട്ട് ചവിട്ടി ചതച്ച് കളഞ്ഞതാ. ഇനിയെങ്കിലും എന്നെ വിട്ടാ മതി. ശ്രീലക്ഷ്മിയുടെ അച്ഛ, നിനക്ക് എന്തിന്റെ അസുഖടാ? എന്തിനാ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? അവളോട് പിന്നെ സംസാരിക്കാം. ആദ്യം നീ എന്നോട് സംസാരിക്ക. അത് കഴിഞ്ഞ് മതി ശൃംഗാരം. രാജാറാം, ഇവിടെ തർക്കത്തിന്റെയും വഴക്കിന്റെയും ഒന്നും കാര്യമില്ല. നിനക്ക് നിന്റെ മനസ്സാക്ഷിയെ സാക്ഷി നിർത്തി നിന്റെ നെഞ്ചിൽ തൊട്ട് പറയാൻ പറ്റുമോ നീ ചെയ്തത് ശരിയാണെന്ന്? ശരിയാണ്. രാജാറാം എന്ന വിവരമില്ലാത്ത തെരുവ് ഗുണ്ടയാണ് ഞാൻ. എനിക്ക് മനസ്സാക്ഷിയും അണ്ണാങ്കട്ടയും ഒന്നുമില്ല. സംസ്കാരമില്ലാത്ത എന്നെ പോലുള്ള നികൃഷ്ട ജന്മങ്ങൾ എന്തും ചെയ്യും. താങ്കളെ പോലുള്ള ഉയർന്ന മനുഷ്യാത്മാക്കൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ടാ. നീ എന്താ പരിഹസിക്കാണോ?
അതെ, പരിഹാസം തന്നെ. നമ്മൾ ശരികൾ മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് നീയും ഇങ്ങനെ ആകുമായിരുന്നില്ല, ഞാനും ഇങ്ങനെ ആകുമായിരുന്നില്ല. തെരുവുകൊണ്ട പോലും വൃത്തികെട്ടവൻ. എടാ, നീ ഇന്നിവിടെ ഈ തല ഉയർത്തി നിൽക്കുന്നതേ ഈ ഞാൻ കാരണമാ. ഞാനൊരാൾ കാരണം മാത്രം. നീ ഒരു നിമിഷം ആലോചിച്ചു നോക്ക്, ഒരു നിമിഷം. പണ്ടൊരു വെളുപ്പാങ്കാലത്ത് നീ ഈ തെരുവ് കൊണ്ടേ കണ്ടില്ലായിരുന്നെങ്കിൽ നിന്റെയും എന്റെയും ജീവിതം വേറെന്തൊക്കെയോ ആകുമായിരുന്നു. ആ ഒരൊറ്റ കാര്യം ഓർത്താ മതി ഈ തെരുവ് കൊണ്ടയുടെ വില മനസ്സിലാക്കാൻ. പഴയതൊന്നും നീ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട രാജാറാം. ഞാൻ നിന്നെ തെരുവ് കൊണ്ട എന്ന് വിളിച്ചതാണ് നിന്നെ മുറിവേൽപ്പിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ദേഷ്യം വന്ന് തലക്ക് പിടിച്ചപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്, നിഷേധിക്കുന്നില്ല. പക്ഷേ നീ ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് കാണിച്ചത് തെറ്റ് തന്നെയാണ്. ന്യായീകരിക്കരുത് നീ. നിരപരാധിയായ ആ മനുഷ്യൻ, ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ ആ മനുഷ്യൻ കണ്ണീരോടെ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ എന്നെ കൊണ്ടാകില്ല. പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് വഴി നീ അദ്ദേഹത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും പ്രായത്തിനും വില കൽപ്പിച്ചില്ല രാജാറാം. അവിടെയാണ് എനിക്കെന്റെ ടമ്പർ നഷ്ടപ്പെട്ടത്. ഹലോ മാഡം, എന്തുണ്ട് വിശേഷങ്ങള്? പ്രത്യേകിച്ചൊന്നുമില്ല. ചേട്ടൻ ചായ കുടിച്ചായിരുന്നോ? കുടിച്ചു മാഡം. സുഖല്ലേ? അതെ മാഡം, സുഖമാണ്. ചേട്ടൻ ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് പുത്തൻകോയിൽ തെരുവ് വരെ കൊണ്ടുപോകാൻ പറ്റുമോ? പുത്തൻകോയിൽ തെരുവോ? അവിടെ എന്തിനാ മാഡം? രാജാറാം സാറിന്റെ വീട്ടില്. ചേട്ടൻ സാറിനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ട് വിടാറില്ലേ? സാറിന്റെ വണ്ടി സർവീസിന് കൊടുക്കുമ്പോഴൊക്കെ. വിടാറുണ്ട് മാഡം. പ്ലീസ് ശ്രീജിത്തേട്ടാ, ഇന്നിപ്പോ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യോ? എനിക്ക് സാറിനോട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സാന്ദ്ര മാഡത്തിനോട് പറഞ്ഞോളാം ഏട്ടൻ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോയതാണെന്ന്. ഇപ്പൊ ഒന്ന് അതുവരെ ആക്കി തരുമോ പ്ലീസ്? ശരി മാഡം, വരൂ. ശ്രീതേട്ടാ, ഇത് തന്നെയാണോ സ്ഥലം? അതെ മാഡം. രാജാറാം സാറിന്റെ വീട് ഇവിടെ എവിടെയാപ്പോ? സോറി, വീട് കറക്റ്റ് അറിയില്ല മാഡം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ ഇവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. ഈ സ്ഥലമേ അറിയാവൂ, വീടറിയില്ല. പക്ഷെ ഈ സ്ഥലം കണ്ടിട്ട് രാജാറാം സാർ ഇവിടെ താമസിക്കാനുള്ള സാധ്യത ഇല്ലല്ലോ. ഇവിടെ ഉള്ളതൊക്കെ കൊച്ചു കൊച്ചു വീടുകളല്ലേ? ഞങ്ങളുടെ നീരേറ്റ് കോളനിയേക്കാൾ കുറച്ചുകൂടി വലിയൊരു കോളനി, അത്രേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല മാഡം. ഇവിടെ ഈ സ്ഥലത്ത് വരുമ്പോ സാറ് വണ്ടി നിർത്താൻ പറയും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ സാറ് പിന്നീട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല മാഡം. അതെന്താ അങ്ങനെ? ചേട്ടൻ കള്ളം പറയുന്നൊന്നല്ലല്ലോ? ഏയ്, ഞാൻ എന്തിനു കള്ളം പറയണം? സത്യം പറഞ്ഞ രാജാറാം സാർ അല്ലായിരുന്നെങ്കിൽ സാറ് നമ്മളെ വീട്ടിൽ വരാൻ പറഞ്ഞ് ഒരു ചായയെങ്കിലും ഓഫർ ചെയ്യായിരുന്നു. ഇതിപ്പോ സാറിന്റെ സ്വഭാവം എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാനൊന്നും മിണ്ടാനും പോവാറില്ല, അത്ര തന്നെ. ശരി ശരി, ഞാൻ ചേട്ടനൊരു ട്രീറ്റ് തരുന്നുണ്ട്. തൽക്കാലം ചേട്ടൻ ഇവിടെ നിക്ക്, ഞാനൊന്ന് അങ്ങോട്ടൊക്കെ പോയൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ശരി. ശ്രീലക്ഷ്മി, ആരുമില്ലേ അകത്ത്? ആരുമില്ലേ? ഞാൻ രവിചന്ദ്രവർമ്മനാണ്. രവി സാറ്, സരോജമ്മേ,
എനിക്ക് ശ്രീലക്ഷ്മിയുടെ അച്ഛനോടൊന്ന് സംസാരിക്കണമായിരുന്നു. ശ്രീലക്ഷ്മി, ഹലോ. ദയവ് ചെയ്ത് വാതിൽ തുറക്കൂ. ഹലോ സരോജാമ്മേ, ആരുമില്ല ഇവിടെ? ഞാൻ കാരണം ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ മനസ്സൊരുപാട് വേദനിച്ചു എന്ന് എനിക്കറിയാം. അതിന് ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത്. ദയവ് ചെയ്ത് വാതിലും തുറക്കണം പ്ലീസ്. ശ്രീലക്ഷ്മി, സരോജമ്മ പ്ലീസ്. ഒരുപാട് കഷ്ടമുണ്ട് അച്ഛാ. ഇത്രയും വലിയൊരാളോട് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത് അദ്ദേഹത്തിനെ അപമാനിക്കലാണ്. സരോജമ്മ, ഹലോ. അതെ, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോവും. അദ്ദേഹത്തിനോട് ഒന്ന് വാതിൽ തുറക്കാൻ പറയൂ പ്ലീസ്. ഹലോ, തുറക്കാൻ പറയൂ പ്ലീസ്. പ്ലീസ്. സാർ കേൾക്കുന്നുണ്ട്, സാർ കേൾക്കുന്നുണ്ട്. ദയവ് ഇത് സാർ പൊയ്ക്കോളൂ സാർ. സാറിനെ ഇങ്ങനെ വാതിലിന് മുന്നിൽ നിർത്തിയ ദൈവം പോലും ഞങ്ങളോട് പൊറുക്കില്ല. ഇപ്പൊ വാതില് തുറക്കാൻ പറ്റാത്തത് കൊണ്ടാ. പൊയ്ക്കോളൂ സാർ. സാർ ഇനി ഇവിടെ നിൽക്കരുത്. ദയവ് ഇത് ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ സാർ. പ്ലീസ് സാർ. മോൾ ആരെയാണോ അന്വേഷിക്കുന്നത്? അയാൾ നേരം വെളുക്കുന്നതിന് മുമ്പേ പുറപ്പെട്ടു പോയല്ലേ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. രാത്രി മുഴുവൻ ഒരാൾ വീടിന് പുറത്തു വന്നു നിന്നപ്പോ ഒരക്ഷരം മിണ്ടിയില്ല. ഇപ്പൊ അച്ഛനും മോളും കൂടെ രവി സാറിനെ അന്വേഷിക്കുന്നു അല്ലേ? ഞാനല്ല അന്വേഷിച്ച് നടന്നത്, നിന്റെ മോളാ. ആരായാലും നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അത്രയും വലിയൊരാളെ ഈ വീടിന് മുമ്പിൽ കാത്തു നിർത്തിയില്ലേ? അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? അമ്മേ മതി. അച്ഛാ, അച്ഛനൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇന്ന് അച്ഛന്റെ ജന്മനാളാ. അച്ഛൻ സന്തോഷത്തോടെ വേണം ഇരിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ.